ഹായ് കൂട്ടുകാരി, ഇന്ന് നമുക്ക് ഉലുവക്കഞ്ഞി ഒന്ന് ഉണ്ടാക്കിയാലോ. ഇതിപ്പോൾ കർക്കിടക മാസത്തിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ. ഇതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്. പിന്നെ അര ഗ്ലാസ് ഉലുവ, പിന്നെ കുറച്ച് ജീരകം, പിന്നെ ചതുവപ്പ, പിന്നെ ആശാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. തേങ്ങ പിഴിഞ്ഞതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വയ്ക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ അരിയാണ് അടുപ്പത്തേക്ക് ഇട്ടത്. കുക്കറിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ വേഗം തയ്യാറാക്കാം. അടുപ്പ് ഇല്ലാത്തവർക്കും സ്റ്റവിൽ വെച്ച് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. കുക്കറിൽ ഞാൻ ആദ്യം അരിക്ക് നല്ല വേവുള്ളതാണല്ലോ, അപ്പോൾ അരിയാണ് ആദ്യം തന്നെ അടുപ്പത്തിട്ടത്. അതൊന്ന് തിളച്ച് ഒരു പകുതി വേഗമാകുമ്പോഴേക്കും ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബാക്കി എല്ലാം ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപോലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആശാളി കഴുകി അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് ജീരകവും ചതുവപ്പയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചതുവപ്പൊക്കെ കുറച്ച് കയ്പ്പുണ്ടാവും, ഞാനതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ ചതുവപ്പ. അതെല്ലാം കൂടി ചേർത്ത് ഒരു രണ്ട് വിസിൽ വേണ്ട, ഒരു വിസിലായാലും മതി. ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേഗം തന്നെ അത് വെന്ത് കിട്ടും. എല്ലാം കുതിർത്തി വെച്ചിരുന്ന കാരണം, ഉലുവെല്ലാം കുതിർത്തി വെച്ചിരുന്ന കാരണം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് കുക്കറിലാകുമ്പോൾ നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന അതിൻ്റെ രണ്ടാം പാൽ ആദ്യം തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് യോജിപ്പിച്ചിട്ടൊന്ന് ഒരു 2 തിള വരണം കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഒന്നുകിൽ അടച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അത് വേഗം തന്നെ തിളച്ചോളും. അത് തിളച്ച് ഒന്ന് പാകമാകുമ്പോഴേക്കും ആ ഒന്നാം പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇന്നിപ്പോൾ ഇത്തിരി വെള്ളം കുറവായിപ്പോയിട്ട് അതിന് രണ്ടാം പാൽ കുറച്ചും കൂടി നീട്ടിയെടുക്കാം. കുറച്ച് വെള്ളം കുറവായിപ്പോയി. ഇത് ഇത്രയും കൂടി ലൂസ് ചെയ്തിപ്പോൾ ഇരുന്ന് ഒന്നും കൂടി കുറുകും. അപ്പം നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊരു ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ചുവന്നുള്ളി കുറച്ച് അരിഞ്ഞതിലേക്ക് ഇട്ടത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അത് ഈ കഞ്ഞിയിലോട്ട് ചേർക്കാം. ഉണ്ട്, ഇപ്പോൾ ഒരുവിധം ഇതായിട്ടുണ്ട്. ഈ പാകത്തിന് ഒന്ന് കരിഞ്ഞ് പോവരുത് കേട്ടോ. ഈ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ചതുവപ്പയുടെയൊക്കെ കയ്പ്പൊക്കെ ഒന്നും മാറിക്കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇത് കഴിക്കുകയും ചെയ്യാം. നെയ്യും ഈ ഉള്ളിയും കൂടി ചേരുമ്പോൾ നല്ലൊരു ഔഷധ ഗുണമുള്ള കഞ്ഞിയാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നമ്മൾ പച്ചക്കറികളോ അല്ലെങ്കിൽ ഈ പപ്പടമോ അല്ലെങ്കിൽ ചമ്മന്തിയോ വെജ് ആയിക്കോട്ടെ, നോൺ വെജ് കഴിക്കരുത് കേട്ടോ ഇതിൻ്റെ ഒപ്പം. അതാണ് നല്ലത്. പിന്നെ രാത്രിയാണ് ഇത് കഴിക്കുന്നത്. ഒരു 8 മണിക്ക് മുമ്പെങ്കിലും ഇത് കഴിക്കാൻ നോക്കാം. അതാണ് നമുക്ക് ഇത് കഴിച്ചുകൊണ്ടുള്ള നല്ലൊരു ഗുണം കിട്ടാനും നല്ലതാണ് കേട്ടോ. അല്ലേ, ഇത് ഇത്തിരി കട്ടിയായിപ്പോയി. അപ്പോൾ തേങ്ങാപ്പാൽ ഇത്തിരി കുറവായിപ്പോയാണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി കൂട്ടിയെടുത്ത് കുറച്ച് ലൂസായിട്ട് കിട്ടും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഉണക്കമുളക് ചമ്മന്തിയും പപ്പടവും കൂടിയാണ് കേട്ടോ ഇതിനൊപ്പം എടുത്തേക്കണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും സബും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ.